പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒന്നിനെ കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ ഈ നിമിഷം പരിശുദ്ധാത്മാവ് വ്യക്തമായ ഒരു ദൂതായി വിളിച്ചു പറയുന്നത് ഇപ്രകാരമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 6-7 വാക്യം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ഓർത്ത് വിചാരപ്പെടരുത്, എല്ലാവരും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. ധൈര്യമായിരിക്കുക. ഏത് വിഷയത്തെ സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച സ്വർഗം ഇടപെടും. സ്വർഗീയ ദൈവ പദ്ധതികൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. എതിർക്കുന്നവരുണ്ട്, വെല്ലുവിളിക്കുന്നവരുണ്ട്, ഒറ്റപ്പെടുത്താൻ നോക്കുന്നവരുണ്ട്, പരിഹാസികളുണ്ട്, തകർക്കാൻ നോക്കുന്നവരുണ്ട്, ക്ഷുദ്രം ചെയ്യാൻ നോക്കുന്നവരുണ്ട്. വിവിധ നിലയിലായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തോട് പോരാടുന്നത്. ഏത് വിഷയത്തെയും ദൈവസന്നിധിയിൽ അത്ഭുതമാക്കി തീർക്കുന്ന വിശ്വാസത്തോടുകൂടിയാണ്. ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ദീനക്കാരന് സൗഖ്യമാകുന്നു. അതിൻ്റെ അർത്ഥം, ശ്രദ്ധയോടെ നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നിന്റെ കുടുംബത്തിൽ സംഭവിക്കുക. എല്ലാ കുടുക്കുകളെയും പൊട്ടിച്ചു മാറ്റുക തന്നെ ചെയ്യും. സ്തോത്രം. കർത്താവിൻ്റെ വചനത്തിൽ തുടങ്ങിയത് ഫിലിപ്പിയ ലേഖനം 4-6-7 പരിശുദ്ധാത്മാവായ ഒരു ദൈവം ദൂതായി എൻ്റെ ഹൃദയത്തിലേക്ക് തന്നത്. ഒന്നിനെ കുറിച്ചോർത്ത് നിങ്ങൾ വിചാരപ്പെട്ടിരുന്ന, കാരണം നമ്മളെ വിചാരപ്പെടുത്തുന്ന പല വിഷയങ്ങളുണ്ട്. ഭാവി എന്താകും, ജീവിതം എന്താകും, കടക്കാരെന്താകും, നാട്ടുകാരെന്ത് പറയും, അവരെന്ത് പറയും, ശത്രുക്കൾ എന്താണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഇതിനെയൊക്കെ ഓർത്ത് ഭയങ്കരമായി നമ്മുടെ ഹൃദയം തളർത്തുന്ന അന്തരീക്ഷമുണ്ട്. നമ്മുടെ ഹൃദയത്തെ മലിനപ്പെടുത്താൻ നോക്കുന്ന അന്തരീക്ഷമുണ്ട്. എന്നാൽ ആത്മാവ് പറയുന്നു, നീ ധൈര്യമായി ഉറപ്പും ധൈര്യത്തോടെ ഇരിക്കുക, വിശ്വാസത്തോടെ എല്ലാം കർത്താവിനെ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്നാണ് നസ്രയന യേശു വിളിച്ചു പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടോ, വൻ കാര്യങ്ങളുണ്ടോ, എൻ്റെ അടുക്കൽ കൊണ്ടുപോവാ, ഞാൻ അത്ഭുതം ചെയ്യാൻ തയ്യാറാണ്. അതെ, ഈ നിമിഷം പ്രിയ സഹോദരൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് വിഷയത്തെ യേശുവിൻ്റെ കരങ്ങളെ കൊടുത്ത് വിശ്വാസത്തോടെ നിങ്ങളായിരിക്കും. പ്രാർത്ഥിക്കാൻ പോലും തയ്യാറാകണ്ട, നിങ്ങൾ വിശ്വസിക്കുക. ഈ ദൂത് കേൾക്കുമ്പോൾ ആരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയും, നിങ്ങളോട് വ്യക്തമായി പറയുന്നത് ഇപ്രകാരമാണ്: അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്, തടസ്സങ്ങൾ മാറ്റും. അടുത്തൊരു വചനം കൂടെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്നത് കൊണ്ട് ഞാനത് ആ വചനം കൂടെ വായിച്ച് നിർത്താൻ കർത്താവ് ശരണപ്പെടുക. സങ്കീർത്തനം 16-11 അതിനകത്ത് ഇങ്ങനെ എഴുതിയത്, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, എൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എനിക്ക് എന്നും പ്രബോധനമുണ്ട്. അതിൻ്റെ അർത്ഥം, ഉറപ്പുള്ള വിശ്വാസിയുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ മുന്നിൽ ആ വിഷയം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീയാണ്. അവർ ദൈവസ്ഥാനം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് സങ്കീർത്തനക്കാരൻ്റെ ജീവിത അനുഭവം കൊണ്ട് ആ മനുഷ്യൻ എഴുതി ചേർത്തിരിക്കുന്നത്.